മാസുമേ വാടാ വാ. അമിത്ക്ക ഒരു സ്ട്രോങ് ചായ. സ്ട്രോങ് ചായ. അല്ലടാ മോനെ, കാപ്പി മതിയാ? കാപ്പി വേണ്ടക്ക, ചായ മതി. നല്ല മധുരം കൂട്ടിയിട്ടൊരു ചായ. മധുരമുള്ളതാ? എന്റെ പൊന്നു മോനെ, ഇത്ര ചെറു പ്രായത്തിൽ മധുരം കഴിച്ച് നീ വെറുതെ ഷുഗർ വരുത്തണ? അതെന്തൊക്കെ അങ്ങനെ പറയണേ? രാവിലെ തന്നെ ഇക്കടെ സ്ട്രോങ് ചായ കുടിച്ചാൽ ഒരു ഉഷാറുണ്ടാവൂ. ഉഷാറുണ്ടാവും നിനക്ക് ഞാൻ വേറെ സാധനം തരാടാ. ഇത് കുടിച്ചാ നിന്റെ ബുദ്ധി റോക്കറ്റ് പോലെ പോവും. അല്ലടാ? ആണോ? ഹമീദ്ക്കാ, മാസുമേ, ഇക്കാ, ഹമീദ്ക്കാ. മാസുമേ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു, അതുകൊണ്ട് ആരും വിളിക്കാൻ പറ്റിയില്ല. എന്റെ മോളെ, ഇവനോ വിവരമില്ല, നീയെങ്കിലും അല്പം ചിന്തിക്കണ്ടേ? ഇക്കാ, നീ മിണ്ടരുത്, അല്ലെങ്കിലും വരാൻ വെച്ചത് വഴിയെ തങ്ങില്ല. മോൾ അവിടെ ഇരിക്കേ. മോളവിടെ ഇരുന്നോ? ഞങ്ങൾ തമ്മിലെ കൊണ്ടോട്ടി LP സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടുള്ള മോഹബത്താ. ഹോ, അങ്ങനെ ഇന്നലെ അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അതിനാണല്ലേ നീ ഇന്നലെ എന്റെ കയ്യിൽ നിന്ന് 500 രൂപ വാങ്ങിയത്? അതെ, ഓൾക്ക് കേക്ക് വാങ്ങിക്കൊടുക്കാൻ. എടാ ഭയങ്കര. അങ്ങനെ കേക്കും വാങ്ങിയിട്ട് ഞാൻ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അവള് താമസിക്കുന്ന വീട്ടിൽ പോയി. എന്നിട്ട് ഹമീദ്ക്ക, കൂരാക്കൂരിട്ട് അങ്ങനെ ഞാൻ ഇന്നലെ അവളെ വീടിന്റെ പുറത്തെത്തി. ഇവള് താമസിക്കുന്ന വീടിന്റെ മതിലെടുത്ത് ചാടിയപ്പോൾ നല്ലൊരിട്ട്. അങ്ങനെ അടുക്കള ഭാഗത്തൂടെ പോകുമ്പോൾ പെട്ടെന്നൊരു വെളിച്ചം. പിന്നെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അവിടെ വേറൊരു വെളിച്ചം. ഹോ, അങ്ങനെ മുന്നോട്ട് പോകുന്നത് ഓരോരോ വെളിച്ചം. അത് നീ ചാടി കിടന്നറിഞ്ഞിട്ട് വീട്ടുകാർ ഓണാക്കിയതാണെങ്കിലോ? അതങ്ങനെ ശരിയോ? അവര് നല്ല ഉറക്കത്തില്ല. ഞാൻ ഇപ്പൊ നോക്കിയതല്ലോ. എന്ത് മറിമായം എനിക്കറിയില്ല എന്റെ പൊന്നോ. എന്നിട്ട് ഞാൻ മെല്ലെ 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 നടക്കുന്നതനുസരിച്ച് നേരത്തെ ഓണായ ലൈറ്റൊക്കെ ഓഫായി. അങ്ങനെ പെട്ടെന്നൊരു വലിയ ലൈറ്റ്. അയ്യോ, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല പൊന്നേ. ബാക്കി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ ലൈറ്റ് ഓൺ ആയതും എൻ്റെ ഉമ്മ ജിന്ന് എന്ന് പറഞ്ഞിട്ട് മാസം ഒറ്റ വീഴ്ച. എല്ലാരും എണീച്ച്. അവസാനം അവരെല്ലാവരും കൂടെ ഞങ്ങളെ കൈയോടെ പിടിച്ച്, എന്നിട്ട് ബർത്ത്ഡേ ആഘോഷിച്ച് കേക്ക് മുറിച്ച് ഞാൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് പോന്നു. അതെന്തായാലും നന്നായി. മാസുമേ, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ കൈ കൊണ്ട് നല്ലൊരു ചായ ഉണ്ടാക്കി മോൾക്ക് കൊടുക്ക്. അല്ലേ വേണ്ട, 3 ചായ എടുത്തോ. അതിലൊരെണ്ണം സ്ട്രോങ്, നല്ല മധുരം കൂട്ടി. ചായ ഞാൻ എടുക്കാം ഇക്ക. ഇക്ക, ഓള് സൂപ്പറായിട്ട് ചായ ഉണ്ടാക്കും. എന്നാ പിന്നെ 4 എണ്ണം ഉണ്ടാക്കിക്കോ. കുറെ നാളായി നല്ലൊരു ചായ കുടിച്ചിട്ട്. അല്ല മാസുമേ, ഈ ലൈറ്റ് തന്നെ ഓണാവും ഓഫാവും ചെയ്യുന്നതിന്റെ ഗുട്ടൻസ് എന്തുട്ടാണ്? അതിക്ക, ഞാൻ നിന്നിരുന്ന ആ PG ഹൗസില്ലേ, അത് ഓട്ടോമേറ്റഡ് സ്മാർട്ട് ഹോം ടെക്നോളജി ഉള്ളതാ. അവിടെ നമ്മൾ നടന്ന തന്നെ ലൈറ്റ് ഓൺ ആവും, പോയാൽ തന്നെ ഓഫ് ആവും. അതുകൊണ്ട് നമുക്ക് കറണ്ട് ലാഭിക്കാം. ഓ, അത് കൊള്ളാലോ. ഇക്ക, അതെന്തോ ഈ പ്രാഗോ എന്ന് പറഞ്ഞ കമ്പനിയുടെ പരിപാടിയാ. അവിടെ ഈ AC, ഫാന്, ലൈറ്റ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ആ സിസ്റ്റം മുഖാന്തരം. ഓ, പ്രാഗോ നമ്മുടെ ഈ റിമോട്ട് ഗേറ്റ് ഒക്കെ ഉണ്ടാക്കണ കമ്പനിയല്ലേ? അവരാവുമ്പോ കിടുക്കും. എന്തേ, നിനക്ക് സംശയണ്ട? കിടുക്കും, ആജീവനാന്തം കിടുക്കും.